അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നസ്ബുൽ ഫിഅലിൽ മുലാരിആയ ക്രിയയ്ക്ക് നസ്ബ് ചെയ്യുന്ന സാഹചര്യം അത് നമ്മൾ പഠിച്ചു. യുൻസബുൽ ഫിഅലുൽ മുലാരിആയ ക്രിയ നസ്ബ് ചെയ്യപ്പെടും. മത്ത സബഖഹു അഹദുൻ നവാസിബിൽ അർബഅത്തി. നവാസിബിൻ്റെ ഹർഫുകൾ എന്ന് പറയുന്ന 4 ഹർഫുകളിൽ ഏതെങ്കിലും ഒന്ന് മുലാരിയായ ക്രിയയുടെ മുൻകടന്ന് വന്നാൽ അവിടെ നസ്ബ് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഉദാഹരണ സഹിതം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി അതിൻ്റെ തംരീനാത്തുകൾ നോക്കാം. ഒന്നാമത്തേത് നോക്കൂ. ഇഖ്റഇൽ ജുമലൽ ആതിയത വഅയ്യിൻ അൽ അഫ്അൽ അൽ മുളാറഅത്തൽ മൻസൂബത ഫിഹാ വദ്കുറു സബബ ഫി നസ്ബി കുല്ലി ഫിഅലിൻ. ഇഖ്റഅൽ ജുമലൽ ആതിയത, താഴെ കൊടുത്തിരിക്കുന്ന ജുംല വാചകത്തെ വായിക്കുക. വഅയ്യിൻ, എന്നിട്ട് നിർണ്ണയിക്കുക ലഫാൽ മുളാറഅത്തൽ മൻസൂബ് ചെയ്ത മുളാരിആയ ഫിഅലുകൾ ഏതാണെന്ന് തിരിച്ചറിയണം. ഈ ഉദാഹരണങ്ങളിൽ താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങളിലെ മൻസൂബായ മുളാരിആയ ക്രിയകൾ ഏതൊക്കെയാണെന്ന് നിജപ്പെടുത്തണം. എന്നിട്ട് വദ്കുറു സബബ ഫി നസ്ബി കുല്ലി ഫിഅലിൻ, അതിലെ എല്ലാ ഫിഅലുകളും നസ്ബ് ചെയ്യാനുള്ള കാരണം എന്താണെന്നും കൂടി ഓർത്തെടുക്കുക, എന്താണെന്നും കൂടി മനസ്സിലാക്കുക എന്നാണ്. ലൻ യബീഅ അബി ഹിസ്വാനഹു. ലൻ യബീഅ അബി, ബാ എന്ന് പറയാൻ വിൽക്കുക എന്നാണ്. ലൻ യബീഅ, വിൽക്കുകയേ ഇല്ല, അബി എൻ്റെ പിതാവ്, ഹിസ്വാനഹു അദ്ദേഹത്തിൻ്റെ കുതിരയെ, തൻ്റെ കുതിരയെ എൻ്റെ പിതാവ് വിൽക്കുകയേ ഇല്ല. അവിടെ ഏതാണ് മുളാരിആയ ക്രിയ? യബീഅ എന്നുള്ളതാണ്. ബാ എന്ന് പറഞ്ഞാൽ വിറ്റു, അതിൻ്റെ മുളാരിയാണ് യബീഉ. പക്ഷേ ഇവിടെ യബീഉ എന്നതിന് പകരം യബീഅ എന്നാണ് വന്നത്. അതിൻ്റെ കാരണം എന്താണ്? സബഖത്തുഹു ലൻ അന്നാസിബ, നസ്ബിൻ്റെ ലൻ എന്നുള്ള ഹർഫ് അവിടെ ആ മുളാരിആയ ക്രിയയുടെ മുൻകടന്ന് വന്നു. ഓക്കെ, അതാണ് അതിൻ്റെ കാരണം. അപ്പോൾ ലൻ യബീഅ അബി ഹിസ്വാനഹു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരമായിട്ട് നമ്മൾ എഴുതേണ്ടുന്നത് അൽ ഫിഅലുൽ മുളാരിഉൽ മൻസൂബ് എന്നൊരു കോളം വരച്ചിട്ട് ആ കോളത്തിൽ യബീഅ എന്ന് എഴുതുക. സബബുൻ നസ്ബ് ചെയ്യാനുള്ള കാരണം സബഖത്തുഹു ലൻ എന്നെഴുതുക. അന്നാസിബ, നസ്ബിൻ്റെ ലൻ കടന്നു വന്നു. ഇനി അടുത്തത് ഉദാഹരണം നോക്കൂ. ഹസസ്തു ഷജറത കൈ യസ്കുത സമറുഹ. ഹസസ്തു, ഞാൻ പിടിച്ചു കുലുക്കി അഷജറത്ത, വൃക്ഷത്തെ, മരത്തെ ഞാൻ കുലുക്കി. എന്തിനു വേണ്ടിയിട്ടാണ്? സഖത്ത യസ്കുത്തു കൈ യസ്കുത്ത സമറുഹ, ആ വൃക്ഷത്തിലെ പഴങ്ങൾ തറയിൽ വീഴുന്നതിന് വേണ്ടി. കൈ യസ്കുത്തു, സഖത്ത വീണു, യസ്കുത്തു വീഴുന്നു, സുഖൂത്ത് വീഴൽ. കൈ യസ്കുത്ത, മുളാരിആയ ക്രിയ യസ്കുത്തു എന്നുള്ളതാണ്. അത് കൈ വന്നതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ എഴുതുക. ലാ യജൂസു ലിൽ ഇൻസാനി അൻ യജ്ലിസ ഫീ മജ്റൽ ഹവാഇ. ലാ യജൂസു ലിൽ ഇൻസാനി, ഒരു മനുഷ്യന് ഒരാൾക്ക് നല്ലതല്ല. യജൂസു എന്ന് പറഞ്ഞാൽ അനുവദനീയമല്ല എന്നുള്ളതാണ്. അതായത് അൻ യജ്ലിസ, അവൻ ഇരിക്കൽ, ഫീ മജ്റൽ ഹവാഇ, അതായത് കാറ്റ് അടിക്കുന്ന ദിശയിൽ ഇങ്ങനെ സ്ഥിരമായി ഒരാൾ ഇരിക്കുന്നത് നല്ലതല്ല, ആരോഗ്യത്തിന് പ്രശ്നമാണ്. ഈ കടൽക്കാറ്റൊക്കെ ആയിട്ട് ഒരേ സ്ഥലത്ത് തന്നെ ഇങ്ങനെ കാറ്റ് വീശുന്ന വഴിയിൽ വെറുതെ ഇരുന്ന് കാറ്റ് കൊള്ളുന്നതല്ല, അല്ലാതെ സ്ഥിരം നല്ല കാറ്റടിച്ച് വീശുന്നിടത്ത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ മനുഷ്യന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവുന്ന, അതാണ് ആ വാചകത്തിൻ്റെ അർത്ഥം. ലാ യജൂസു, അനുവദനീയമല്ല, ലിൽ ഇൻസാനി അൻ യജ്ലിസ ഫീ മജ്റൽ ഹവാഇ. അതിലെ ഓരോ വാചകങ്ങളും നോക്കൂ. അതിൽ യജൂസു എന്നുള്ളതൊരു മുളാരിആയ ഫിഅലാണ്, പക്ഷേ അത് നസ്ബിൻ്റെ ഹർഫുകൾ അതിൻ്റെ മുമ്പിൽ വന്നിട്ടില്ല. ലാ എന്നുള്ളത് നസ്ബിൻ്റെ ഹർഫല്ല, അതുകൊണ്ട് യജൂസു എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഐ യജ്ലിസ, ജലസ എന്ന് പറഞ്ഞാൽ ഇരുന്നു, യജ്ലിസു ഇരിക്കുന്നു അല്ലെങ്കിൽ ഇരിക്കും, പക്ഷേ അൻ വന്നതുകൊണ്ട് ഐ യജ്ലിസ ഇരിക്കുവാൻ. അൻ എന്ന് പറഞ്ഞാൽ ആൻ എന്നുള്ളത്. ഉരീദു അൻ അക്കുല, ഞാൻ തിന്നാൻ ഉദ്ദേശിക്കുന്നു. ഉരീദു അൻ അർക്കബ, ഞാൻ യാത്ര ചെയ്യാൻ, വാഹനത്തിൽ കയറാൻ ഉദ്ദേശിക്കുന്നു. അൻ എന്ന് പറഞ്ഞാൽ ആൻ ഇരിക്കുവാൻ, ഉറങ്ങുവാൻ, കിടക്കുവാൻ. ഈ അൻ പറയുക എന്ന് പറഞ്ഞാൽ അറബി സംസാരിക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് എപ്പോഴും വേണ്ടൊരു വാക്കാണ് ഈ അൻ എന്നുള്ളത്. ഫതഹ്തു നവാഫിദൽ ഹുജ്റത്തി കൈ തജദ്ദദ ഹവാഉഹ. ഫതഹ്തു എന്താണ്? ഞാൻ തുറന്നു. നവാഫിദൽ ഹുജ്റ,
നാഫിദത്ത് ജനൽ, നവാഫിദ് ജനലുകൾ, നവാഫിദൽ ഹുജ്റത്തി എന്താണ് മുറിയിലെ ജനലുകൾ ഞാൻ തുറന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? കൈ വേണ്ടി, കൈ എത്തജദ്ദദ ഹവാ ഉഹാ, അതിൻ്റെ ആ മുറിയിലെ വായു പുതുതാകാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ അകത്തുള്ള വായു ഒക്കെ പുറത്തു പോയി പുതിയ വായു കാറ്റ് നല്ല ഒരു ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് ഞാൻ ഫതഹ്തു നവാഫിദൽ ഹുജ്റത്തി കൈ എത്തജദ്ദദ ഹവാ ഉഹ. തജദ്ദദ പുതുക്കുക, നവീകരിക്കുക എന്നൊക്കെയാണ് അർത്ഥം. കൈ എത്തജദ്ദദ ഹവാ ഉഹ, ഹവാ കാറ്റ്. അപ്പോൾ നോക്ക്, ഫതഹ്തു ഫിഅൽ മാദി, ഫതഹ്തു ഞാൻ തുറന്നു, നവാഫിദ് എന്ന് പറയാൻ നമ്മൾ നേരത്തെ പഠിച്ചതാണ് മഫൂല്, നവാഫിദൽ ഹുജ്റത്തി മുറിയുടെ ജനലുകൾ, മുദാഫ് ഇലൈഹി എന്നാണ്, അത് നമ്മൾ പിന്നാലെ പഠിക്കും. കൈ ഹർഫു നസ്ബ്, കൈ എത്തജദ്ദദ ഫിഅൽ മുദാരി മൻസൂബ് ലിഅന്നഹു എന്താണ് സബഖത്ഹു ഹുറൂഫുൻ നസ്ബി മിൻ ഹുറൂഫുൻ നസ്ബി കൈ. ഓക്കെ, അതങ്ങനെ ആ പാറ്റേണിൽ എഴുതുക. അതുപോലെ കുൻ മുഅദ്ദബൻ, എന്താണ് കുൻ മുഅദ്ദബൻ, നീ ഒരു മര്യാദയുള്ളവനാകുക. അങ്ങനെയാണെങ്കിൽ കൈ തക്കൂന മഹബൂബൻ, അങ്ങനെയാണെങ്കിൽ കൈ തക്കൂന മഹബൂബൻ, നിനക്ക് ജനങ്ങളുടെ അടുക്കൽ നീ പ്രിയങ്കരനായി മാറും. കുൻ നീ ആകുക, മുഅദ്ദബൻ, മുഅദ്ദബ് എന്ന് പറഞ്ഞാൽ അദബുള്ള ആൾ, സംസ്കാരം ലഭിച്ച ആളായി മാറണം, സംസ്കാരം കിട്ടിയ ആളായി മാറണം. എന്തിനു വേണ്ടിയിട്ടുണ്ട്? കൈ തക്കൂന മഹബൂബൻ, നിനക്ക് ജനങ്ങളുടെ അടുത്ത് നീ മഹബൂബാകാൻ. മഹബൂബ് എന്ന് പറഞ്ഞാൽ ഹുബിന് വിധേയനാകുക, അങ്ങനെയുള്ളതാണ്. അപ്പോൾ അവിടെ ഏതാണ്? കൈയാണ്, തക്കൂന എന്നുള്ളതാണ്, തക്കൂനു വരത്തില്ല. യസ്തഗിലുൽ ഇൻസാനു ബിൻ നഹാരി വയനാമു ബില്ലൈലി. യസ്തഗിലുൽ ഇൻസാനു ബിൻ നഹാരി, അപ്പോൾ അവിടെ എന്താണ്? യസ്തഗിലുൽ ഇൻസാനു ബിൻ നഹാർ. മനുഷ്യർ പിന്നെന്താണ്? പകല് പണിയെടുക്കുന്നു. വയനാമു ബില്ലൈലി, രാത്രി ഉറങ്ങുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അവിടെ യസ്തഗിലു എന്നുള്ളത് പിന്നെ യനാമു എന്നുള്ളത് രണ്ട് മുദാരിയ ക്രിയയാണ് വന്നിട്ടുള്ളത്. പക്ഷെ അവിടെ മുദാരിയ ക്രിയയുടെ മുമ്പിൽ രണ്ടിലും ഈ നവാസിബിൻ്റെ ഒന്നും വന്നിട്ടില്ല. അതിലേതെങ്കിലും നവാസിബിൻ്റെ ഏതെങ്കിലും ഒരെണ്ണം ചേർക്കണമെങ്കിൽ യസ്തഗിലുൽ ഇൻസാനു ബിൻ നഹാരി കൈ യനാമ ബില്ലൈലി, ആ യനാമയ്ക്ക് മുമ്പ് ഒരു കൈ വെച്ചു കൊടുത്താൽ ഇതാണ് യനാമ എന്ന് വായിക്കും. ഇവിടെ അതില്ല. അപ്പോൾ യസ്തഗിലുൽ ഇൻസാനു ബിൻ നഹാരി വയനാമു ബില്ലൈലി, മനുഷ്യൻ പകൽ പണിയെടുക്കുന്നു, രാത്രി ഉറങ്ങുകയും ചെയ്യുന്നു. അവിടെ മുദാരിയ ക്രിയ രണ്ടിൻ്റെ മുമ്പിൽ പിന്നെ നവാസിബുകളില്ല. ഓക്കെ, ഇനി ഉണ്ടെങ്കിൽ വെക്കാൻ പറ്റുവാണെങ്കിൽ തന്നെ യനാമു എന്നുള്ളതിൻ്റെ മുമ്പിലാണ് വെക്കേണ്ടത്. അവിടെ കൈ യനാമ വെച്ചാൽ അങ്ങനെ വേണം. യനാമ കൈ എന്ന് പറയാൻ വേണ്ടി എന്നാണ്, ഒരു കാര്യം നിർവഹിക്കാൻ വേണ്ടി എന്നുള്ളത്. യജിബു അലൈക്കാൻ തുനല്ലിഫ അസ്നാനക കുല്ല യൗമിൻ. യജിബു അലൈക്ക, നിൻ്റെ മേൽ നിർബന്ധമാണ്. യജിബു അലൈക്ക, നിൻ്റെ മേൽ നിർബന്ധമാണ്. അൻ തുനല്ലിഫ അസ്നാനക, നിൻ്റെ പല്ലുകളെ വൃത്തിയാക്കൽ. അൻ തുനല്ലിഫ, നല്ലഫ യുനല്ലിഫു എന്നാണ്. അപ്പോൾ ഇവിടെ അൻ തുനല്ലിഫ, അൻ വന്നുകൊണ്ട് തുനല്ലിഫ എന്നാക്കി, നല്ലഫ യുനല്ലിഫു. അൻ തുനല്ലിഫ അവിടെയാണ്, അൻ വന്നുകൊണ്ടാണ് തുനല്ലിഫ അസ്നാനക കുല്ല യൗമിൻ, എല്ലാ ദിവസവും. പിന്നെ 8, 9, 10 നോക്കണം. എട്ടാമത്തേത് ഏതാണ്? ഇദൻ യസിഹ ബദനുക, ഇദൻ യസിഹ ബദനുക, അങ്ങനെയെങ്കിൽ നിൻ്റെ ശരീരം ആരോഗ്യമുള്ളതാകും. അപ്പോൾ അത് നേരത്തെ ആദ്യം പറഞ്ഞ ഉദാഹരണത്തിൽ പറഞ്ഞതുപോലെ തുജീബു ബിദാലിക മൻ ഖാല സഅഅതാദു അത്തബ്കീറ ഇലൻ നൗമി. അതായത് ഇദൻ യസ്വിഹ ബദനുക് എന്ന് പറഞ്ഞാൽ, ഇദൻ വന്നതുകൊണ്ട് യസ്വിഹ എന്ന മുദാരിയായ ഫിഅല് മൻസൂബായി. ഇദൻ യസ്വിഹ ബദനുക, അങ്ങനെയെങ്കിൽ നിൻ്റെ ശരീരം ആരോഗ്യമുള്ളതാകും. ഈ ഒരു വാചകം പറയുന്നത് എപ്പോഴാണ്? തുജീബു ബിദാലിക, ഇതുകൊണ്ട് നീ ഉത്തരം പറയുന്നത് മൻ ഖാല, ഒരാൾ പറഞ്ഞ ഒരാൾക്കാണ്. എന്താണ് അയാൾ പറഞ്ഞത്? സഅഅതാദു തബ്കീറ ഇലൻ നൗമി, ഞാൻ
ഉറങ്ങാനായിട്ട് നേരത്തെ പോകുന്നത് ശീലമാക്കും. സാഴ്ത്താതു ഞാൻ ശീലമാക്കും. ബി തബക്കീരി ബക്കറ യുബക്കിറു തബക്കീർ എന്ന് പറഞ്ഞാൽ നേരത്തെ ചെല്ലുക എന്നുള്ളതാണ്. ഇലന്നൗമി ഉറങ്ങാൻ വേണ്ടി ഞാൻ നേരത്തെ പോകും എന്ന് പറയുന്ന ആൾക്കുള്ള മറുപടിയാണ് ഇതൻ യസ്ഹ ബദനൂക്ക, നിൻ്റെ ശരീരം അങ്ങനെയാണെങ്കിൽ ആരോഗ്യമുള്ളതാകും. അപ്പോൾ ഇതനാണ് അവിടെ യസിഹ എന്നുള്ളതാണ് അവിടെ മുളാരി മൻസൂബ്. ഓക്കെ, ഇതൻ യൽഉഫ ബസറുഹു, അങ്ങനെയെങ്കിൽ അവൻ്റെ കാഴ്ച ശക്തി കുറയും. അത് ലഉഫ എന്ന് പറഞ്ഞാൽ ശക്തി കുറയും എന്നാണ്, അശക്തനാകും എന്നുള്ളതാണ്. തുജീബു ബിദാലിക മൻ ഖാല യഖ്റഉ സഈദു ഫിൽ ലൗഇൽ ലഈഫി. യഖ്റഉ സഈദ് വായിക്കുന്നു ഫിൽ ലൗഇൽ ലഈഫി, നേരിയ വെളിച്ചത്തിൽ വായിക്കുന്നു, വെളിച്ചം കുറവുള്ളിടത്ത് വായിക്കുന്നു എങ്കിൽ, അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അയാൾക്കുള്ള മറുപടിയാണ് ഇദൻ യൽഉഫ ബസറുഹു. അങ്ങനെ ഉണ്ടെങ്കിൽ അവൻ്റെ യൽഉഫ ബസറുഹു, അവൻ്റെ കാഴ്ചശക്തി കുറയും എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല, നല്ല വെട്ടത്തിനെ വായിക്കാവുന്നതാണ്. അപ്പോൾ അവിടെ യൽഉഫു എന്ന് പറയേണ്ടിടത്ത് യൽഉഫ എന്ന് പറയും ഇതൻ വന്നതിനാൽ. ഓക്കെ, യത്അബു അൽ ഇൻസാനു ഫി സിഗരിഹി കൈ യസ്തരീഹ ഫി കിബരിഹി. യത്അബുൽ ഇൻസാനു, മനുഷ്യൻ ക്ഷീണിക്കുന്നു. ഫി സിഗരിഹി, ക്ഷീണിക്കുക എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെടുന്നു, പണിയെടുക്കുന്നു. അവൻ്റെ ചെറുപ്പകാലത്ത് അവൻ കഷ്ടപ്പെടുന്നു. എന്തിനാണ്? കൈ യസ്തരീഹ, അവന് വിശ്രമിക്കുവാൻ. ഫി കിബരിഹി, കിബർ എന്ന് പറഞ്ഞാൽ കിബരി സിന്ന്, പ്രായമാകുമ്പോൾ, അതായത് ആരോഗ്യം നശിക്കുന്ന വൃദ്ധനാകുന്ന സമയത്ത് പിന്നെന്താണ് ആ സമ്പത്ത് കാലത്ത് തൈബത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അതാണ്. ഓക്കെ, അപ്പോൾ അവിടെ കൈ യസ്തരീഹ, വിശ്രമിക്കുവാൻ വേണ്ടിയിട്ട് അവൻ ആവത കാലത്ത് നന്നായിട്ട് പണിയെടുക്കണം എന്നാണ്. യത്അബുൽ ഇൻസാനു ഫി സിഗരിഹി കൈ യസ്തരീഹ എന്നാണ് പറയുന്നത്. യസ്തരീഹു എന്ന് പറയാൻ പറ്റാത്തത് കൈ വന്നതുകൊണ്ടാണ്. അത് കോളം തിരിച്ച് എഴുതുക. അപ്പം നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടി. ഇൻഷാ അല്ലാഹ്. ഇനി അതിൻ്റെ അടുത്തത്, ഇപ്പോൾ ഒന്നാമത്തെ തംരീനായി രണ്ടാമത്തെ തംരീൻ നോക്കൂ. അത്മിമിൽ ജുമലൽ ആത്തിയത ബി വളഇ ഫിഇലിൻ മുളാരിഇൻ മുലായിബിൻ. അപ്പോൾ എല്ലാം നമ്മൾ പൂർത്തീകരിച്ച് പറയുന്നത് പ്രായോഗികമല്ല, നിങ്ങളത് ചെയ്തു നോക്കുക. അത്മിമിൽ ജുമലൽ ആത്തിയ, താഴെ കൊടുത്തിരിക്കുന്ന ജുംല അത് പൂർത്തിയാക്കണം. ബി വളഇ വെക്കൽ കൊണ്ട്, ഫിഇലിൻ മുളാരിഇൻ മുലായിബിൻ, അനുയോജ്യമായ മുളാരിആയ ഫിഇലിനെ വെച്ചുകൊണ്ട് വാചകം പൂർത്തിയാക്കുകയും, വഷ്കുൽ ആഖിറഹു, അതിൻ്റെ ആ വാചകത്തിൻ്റെ ആ മുളാരിഅ ക്രിയയുടെ അവസാനത്തിന് എന്താണോ അതിൻ്റെ രൂപം, ഏത് രീതിയിലാണ്, ഫത്ഹാണോ കസ്റാണോ ലമ്മാണോ എന്നൊക്കെ ഉള്ളത് കൃത്യമാക്കണം. യസുറുനി, എന്നെ സന്തോഷിപ്പിക്കുന്നു. അൻ ഡാഷ് യസുറുനി, എന്നെ സന്തോഷിപ്പിക്കുന്ന എന്താണ്? അൻ കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മുളാരിയായ ഫിഅൽ വെച്ച് കൊടുക്കണം. അത് മൻസൂബാകും, കാരണം അൻ വന്നതുകൊണ്ട്. യസുറുനി അൻ തദുറുസ, നീ എന്നെ പഠിപ്പിക്കുന്നത് എനിക്ക് സന്തോഷം നൽകുന്നു. അല്ലെങ്കിൽ യസുറുനി അൻ തൽഅബ, നീ കളിക്കുന്നത് എനിക്ക് സന്തോഷം നൽകുന്നു എന്നൊക്കെ പറയാം. യഅ്കുലുൽ ഇൻസാനു, മനുഷ്യൻ കഴിക്കുന്നു. കൈ എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ ഒരു മുളാരിഅ ക്രിയ വെച്ച് കൊടുക്കുക. അൽ ഹസൂദു ലൻ, എന്താണ്? അൽ ഹസൂദു എന്താണ്? അസൂയക്കാരൻ. ലൻ, അത് കഴിഞ്ഞിട്ട് ലൻ യഫൂസ. അങ്ങനെ എല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, നമുക്ക് ചെയ്യാം. അലൽ മുസാഫിരി അൻ, എന്താണ്? മുസാഫിറിന് അനിവാര്യമാണ്, നിർബന്ധമാണ്. അൻ എന്ത് ചെയ്യൽ? അവിടെ മുളാരിഅ ക്രിയ വെച്ച് കൊടുക്കുക. ഇഷ്തറൈതു മൻസിലൻ, ഞാനൊരു വീട് വാങ്ങി. എന്താണ്? കൈ അസ്കുന ഫീഹി, അതിലടുത്ത് താമസിക്കാൻ. ഉദാഹരണം അങ്ങനെ ഞാൻ പറയുന്നേ ഉള്ളൂ, എന്ത് വേണേലും വയ്ക്കാം. യഹ്റുസുൽ ഫല്ലാഹുൽ അർദ, യഹ്റുസുൽ ഫല്ലാഹു, കൃഷിക്കാരൻ ഉഴുതുമറിക്കുന്നു. അൽ അർദ, ഭൂമിയെ. കൈ എന്തിനു വേണ്ടിയിട്ടാണ്? യർഗബു താജിറു, എന്താണ്? യർഗബു താജിറു, എട്ടാമത്തത്. യർഗബു താജിറു, കച്ചവടക്കാരൻ ലാഭം ആഗ്രഹിക്കുന്നു. യർഗബു താജിറു ഫി ഐ, ലാഭം ആഗ്രഹിക്കുന്നു പറയാം. ഫി ഐ യർഹബ്,
അൻ യർബഹ റബഹ റബിഹ റബിഹ അൻ യർബഹ റബിഹ യർബഹു റബിഹ അൻ യർബഹ. യർഗബു താജിർ കച്ചവടക്കാരൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത്. അപ്പോൾ എന്താണ് ആഗ്രഹിക്കുന്നത്? വേറൊരു മുദാരി ക്രിയ ഞാൻ പറഞ്ഞത് തന്നെ ആവണമെന്നില്ല, മറ്റെന്ത് വേണേലും വെക്കാൻ. യുലിമുൽ ഐന അൻ എന്താണ്? കണ്ണിനെ വേദനിപ്പിക്കുന്നു. എന്താണ് കണ്ണിനെ വേദനിപ്പിക്കുന്നത്? അവിടെ ഒരു മുദാരി ക്രിയ വെച്ച് കൊടുക്കൂ. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അൽ തിൽമീദുൽ കസ്ലാനു എന്താണ്? അൽ തിൽമീദുൽ കസ്ലാൻ കസ്ലാനായ വിദ്യാർത്ഥി എന്താണ്? അലസനായ വിദ്യാർത്ഥി ഡാഷ് എന്നുള്ള മുദാരി ക്രിയ വെച്ച് കൊടുക്കുക. യസ്ദുഖു താജിറു സത്യസന്ധനായ യസ്ദുഖു കച്ചവടക്കാരൻ സത്യസന്ധനാകുന്നു, സത്യം പറയുന്നു. കൈ എന്തിനു വേണ്ടിയിട്ട്? ഒരു മുദാരി ക്രിയ വെച്ച് കൊടുക്കുക. അതിനൂടെ എന്തെങ്കിലും വാചകം പൂർത്തിയാക്കാൻ മറ്റേതെങ്കിലും വാചകങ്ങൾ വേണമെങ്കിൽ വെക്കുക. കൈ യുസ്ബിഹ മഹബൂബൻ താൻ പ്രിയപ്പെട്ടവനാകാൻ വേണ്ടിയിട്ട് അയാൾ കച്ചവടത്തിൽ സത്യസന്ധത കാണിക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വെച്ച് കൊടുക്കാം. അതുപോലെ മറ്റൊന്ന് തുൻഷ ഉൽ ഫനാദിക്കു ഫുന്ദൂക്ക് എന്ന് പറയും. ഫനാദിക്ക് ഫുന്ദുക്ക് എന്ന് പറഞ്ഞ ഹോട്ടൽ, താമസിക്കാനുള്ള ഹോട്ടൽ. തുൻഷ ഉൽ ഫനാദിക്കു ഫുന്ദൂക്കുകൾ നിർമ്മിക്കപ്പെടുന്നത് എന്തിനാണ്? കൈ എന്തിനു വേണ്ടിയിട്ടാണ്? അത് എഴുതുക. തുബ്ന സുജൂനു സിജിന് ജയിൽ. തുബ്ന സുജൂനു ജയിലുകൾ നിർമ്മിക്കപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ വായിക്കും. അവിടെ ഒരു മുദാരി ക്രിയ വെച്ച് കൊടുക്കും. ലാ യസ്തതിഉൽ അഅമാ കണ്ണ് കാണാത്ത ആളിനെയാണ് അന്ധനെയാണ് അഅമ എന്ന് പറയുന്നത്. ലാ യസ്തതിഉൽ അഅമാ കണ്ണ് കാണാത്ത ആൾക്ക് കഴിയുകയില്ല. അൻ ഡാഷ് അൻ യുബ്സിറ കാണാൻ, അൻ യൻദുറ ഇല അൽ മനാദിർ കാഴ്ചകൾ കാണാൻ കഴിയുകയില്ല. എന്താണെന്ന് വെച്ചാൽ അത് വെച്ച് കൊടുക്കുക. അപ്പോൾ 2 തംരീനുകളായി. ബാക്കി നമുക്ക് അടുത്തൊരു സെഷനിൽ ഇരിക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.